അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധ റമദാൻ നമുക്ക് വലിയ പാഠം കാണിച്ചു തന്നുകൊണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള വക നമ്മുടെ മുന്നിൽ ഇട്ട് തന്നിട്ടാണ് പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്നും വിടവാങ്ങിയത്. എന്താണ് നമുക്ക് ചിന്തിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു വിഷയമെന്നാൽ, എല്ലാ തിരക്കുകൾക്കിടയിലും പരിശുദ്ധ ഖുർആൻ ഓതാനുള്ള ഒരു സമയം കണ്ടെത്താൻ നമുക്ക് സാധിച്ചു പരിശുദ്ധ റമദാനിൽ. അതിനുവേണ്ടി നാം സമയം കണ്ടെത്തി, അത് നമുക്ക് സാധ്യമാകും എന്ന വലിയ പാഠം പരിശുദ്ധ റമദാൻ നമുക്ക് കാണിച്ചു തരികയാണ്. എല്ലാ തിരക്കിനിടയിലും നിസ്കാരം കൃത്യമായി ജമാഅത്തായിട്ട് നിർവഹിക്കാനുള്ള സമയവും നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ള വലിയ പാഠം തീർന്നില്ല. തറാവീഹ് നിസ്കാരത്തിനു വേണ്ടി നാം സമയം കണ്ടെത്തി, അതിനും നമുക്ക് സാധിക്കുമെന്ന് നമ്മെ ഒന്നുകൂടി എന്ത് ചെയ്യാണ്, പഠിപ്പിക്കുകയാണ്. അതിനേക്കാളപ്പുറം സുബഹിക്ക് മുന്നേ എഴുന്നേറ്റ് ഖിയാമുൽ ലൈലിനും തഹജ്ജുദിനും മറ്റുള്ള നന്മയായ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ഉറക്ക് പോലും മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കും എന്ന് നമ്മെ ഒന്നുകൂടി പഠിപ്പിക്കുകയാണ്, നമ്മെ ഒന്നുകൂടി ബോധ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ റമദാൻ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, പരിശുദ്ധ റമദാനിന് തൊട്ടു മുമ്പ് നാം എങ്ങനെയായിരുന്നു? പലപ്പോഴും നമുക്ക് ഖുർആൻ ഓതാൻ ചിലപ്പോൾ സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ ചില സമയത്തൊക്കെ നിസ്കാരത്തിന്റെ ജമാഅത്ത് പോലും നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ പരിശുദ്ധ റമദാനില് എല്ലാ തിരക്കിനിടയിലും ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി, ആ തിരക്കുകളിൽ നിന്ന് ഇതിനു വേണ്ട സമയത്തെ മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ ആ സമയത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുമെന്ന് നമ്മുടെ മനസ്സിനെ ഒന്നുകൂടി ബോധ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ റമദാൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠം. ആ പാഠം ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് അങ്ങോട്ട് ശിഷ്ടകാല ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവണം. അതിനു വേണ്ടി നാം ഓരോരുത്തരും പ്രയത്നിക്കണം. പരിശുദ്ധ റമദാനിന്റെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിൽ നാം ആർജിച്ചെടുത്തിട്ടുള്ള ആത്മസംസ്കരണം, അത് തച്ചുടക്കുന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രവർത്തനവും ഉണ്ടാവരുത്. നമ്മുടെ മക്കളാവട്ടെ, നമ്മുടെ കുടുംബമാവട്ടെ, എല്ലാവരോടും ഉണർത്തുക. ആ നാം ആർജിച്ചെടുത്തിട്ടുള്ള ആത്മസംസ്കരണം ഇനിയുള്ള ശിഷ്ടകാല ജീവിതം മുഴുവനായി കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ റമദാൻ നമുക്ക് തരുന്ന പാഠം കൊണ്ട് നാം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് സമാധാനിക്കാം. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചവരിൽ നമ്മളെയൊക്കെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇനിയില്ല, റമദാൻ കഴിഞ്ഞു, ഇനി അങ്ങോട്ട് നിസ്കാരത്തിന് വലിയൊരു, നാം റമദാനിൽ കൊടുത്തതുപോലത്തെ ഒരു ആവേശം, ആ ഒരു നിർബന്ധ ബുദ്ധി, ഓരോ നിസ്കാരത്തിനാവട്ടെ, ഖുർആനോത്തിന്റെ വിഷയത്തിനാവട്ടെ, ഇബാദത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് ഇല്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാന് കൊണ്ട് രക്ഷപ്പെടാത്ത വിഭാഗത്തിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്തായവരുടെ കൂട്ടത്തിൽ പെട്ടുപോയോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക. വലിയ പരാജയമാണ്. അതുകൊണ്ട് റമദാനിൽ എങ്ങനെയാണോ നാം ഇബാദത്ത് ചെയ്തത്, അതുപോലെ ഇനി അങ്ങോട്ടും അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്കിനും ആഫിയത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തുക, പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കും വരെ ഒരൊറ്റ വഖ്ത് നിസ്കാരം നഷ്ടപ്പെടാത്ത, ഖളാ ആക്കാത്ത രീതിയിൽ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഒക്കെപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.